നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിവോ S5 എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ് പറയുന്നത്. ഏകദേശം ഒരു മിഡ് റേഞ്ച് പ്രൈസ് വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ചൈനയിലാണ് ആദ്യം ലോഞ്ച് ചെയ്യുക. നവംബർ 14 ചൈനയിൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഡേറ്റ് അത്രമേൽ കൺഫേം അല്ല. ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സംവിധാനവും അതോടൊപ്പം തന്നെ 18 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സംവിധാനം, അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ്, അങ്ങനെ ഒത്തിരി നല്ല മേന്മകൾ കൂടി ചേർന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ആദ്യം തന്നെ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 6.44 ഇഞ്ചോട് കൂടിയ ഫുൾ HD+ ഡിസ്പ്ലേ സെറ്റപ്പാണ് നമുക്ക് കിട്ടുക. AMOLED ഡിസ്പ്ലേ ആണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു പഞ്ച് ഹോൾ മാതൃകയിലാണ് ഈ ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് വന്നിരിക്കുന്നത്. പിക്സൽ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ 1080x2340 പിക്സൽ റെസൊല്യൂഷൻ നൽകുന്നുണ്ട്. 19.5:9 ആസ്പെക്ട് റേഷ്യോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 400 ppi ഡെൻസിറ്റിയുമുള്ള നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നു. ഒപ്പം നമുക്കൊരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നമുക്ക് ആ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് കാണാം. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ഭാഗം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഇനി പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ Qualcomm Snapdragon 700 എന്ന നല്ലൊരു ചിപ്സെറ്റാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. ഒക്ടാകോറാണ്. 2.3 GHz ക്ലോക്ക് സ്പീഡുണ്ട്. Adreno 616 ആണ് GPU സെറ്റപ്പ് നൽകിയിരിക്കുന്നത്. അപ്പം നല്ല ഒരു ഗ്രാഫിക്സ് സെറ്റപ്പ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നു. FunTouch 9.2 ബേസ്ഡ് Android 9 by ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. ഈ സ്മാർട്ട് ഫോൺ 2 വേരിയൻറ്റിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 6GB RAM 128GB സ്റ്റോറേജ് ബേസ് വേരിയൻറ്റും 8GB RAM 256GB സ്റ്റോറേജ് മറ്റൊരു വേരിയൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. മൈക്രോ SD സഹായത്തോടെ നമുക്ക് 256GB വരെ നമുക്ക് സ്റ്റോറേജ് കൂട്ടാൻ സാധിക്കും. നമുക്ക് ഒരു ഹൈബ്രിഡ് സിം സ്ലോട്ട് സംവിധാനമാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ റിയൽ സൈഡ് നമുക്ക് ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് കിട്ടുന്നത്. ആ ഡിസൈനൊക്കെ കുറച്ച് ചേഞ്ചൊക്കെ വരുന്ന നല്ല കാണാൻ കൊള്ളുന്ന ഒരു സ്റ്റൈലിഷ് രീതിയിലാണ് നമുക്കിപ്പോൾ ഈ പ്രാവശ്യം അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വിവോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 48 മെഗാപിക്സലിൻ്റെ f1.8 അപ്പർച്ചറോട് കൂടിയ ഒരു മെയിൻ സെൻസർ, 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പർച്ചറോട് കൂടിയ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പർച്ചറോട് കൂടിയ മൈക്രോ ലെൻസ്, 5 മെഗാപിക്സലിൻ്റെ f2.4 അപ്പർച്ചറോട് കൂടിയ ഡെപ്ത് സെൻസർ എന്നിങ്ങനെ 4 ലെൻസുകളാണ് നമുക്ക് റിയൽ ഭാഗത്ത് കാണാൻ സാധിക്കുക. ഒപ്പം നമുക്ക് ഒരു LED ഫ്ലാഷ് ലൈറ്റ് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ 32 മെഗാപിക്സലിൻ്റെ f2.0 അപ്പർച്ചറോട് കൂടിയ ഒരു ക്യാമറ ലെൻസാണ് നൽകിയിരിക്കുന്നത്. അത് പഞ്ച് ഹോളിനുള്ളിൽ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഇമേജസുകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുക്കാൻ സാധിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിൽ 4100 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 18 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. ചില വെബ്സൈറ്റിൽ അത് 22.5 വോൾട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ റൂമേഴ്സിൻ്റെ അറിവാണ്. എന്തായാലും 18 വാട്ട് അല്ലെങ്കിൽ നമുക്കൊരു 22 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സംവിധാനം നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ എന്നീ 3 നിറങ്ങളിലായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. USB Type-C പോർട്ട് നൽകിയിരിക്കുന്നു. 3.5mm OTG കാര്യങ്ങളൊക്കെ എല്ലാ സ്മാർട്ട് ഫോണും നൽകുന്നുള്ള ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. 6GB RAM 128GB സ്റ്റോറേജ് ബേസ് വേരിയൻ്റാണ്. ഈ ഒരു ബേസ് വേരിയൻറ്റ് ഏകദേശം 18,000 രൂപ പ്രൈസ് റേഞ്ചാണ് വരുന്നത് പ്രതീക്ഷിക്കുന്നത്. 8GB RAM 256GB സ്റ്റോറേജിന് ഒരു 21,000 രൂപയുമാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രൈസൊക്കെ കുറച്ച് വ്യത്യാസം വരാം. എന്തായാലും ഈ ഒരു പ്രൈസിൽ നമുക്കൊരു 18,000 രൂപ പ്രൈസ് റേഞ്ച്, 6GB RAM 128GB സ്റ്റോറേജ്, Snapdragon 712 ഒക്കെ നമുക്ക് നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുള്ളൂ. അപ്പം നല്ല ക്യാമറ സെറ്റപ്പ് എല്ലാം കൊണ്ടൊന്നും വലിയ കുഴപ്പമില്ല. ഈ ഒരു പ്രൈസിൽ സാധാരണ എല്ലാ കമ്പനികളും കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് വിവോയുടെ S5 എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് വരികയാണെങ്കിൽ അത്രമേ നഷ്ടമൊന്നുമല്ല. നമുക്ക് മറ്റ് ഡിവൈസുകൾ ഉണ്ടെങ്കിലും ഈ ഒരു ഡിവൈസ് കൂടെ പരിഗണിക്കാവുന്നതാണ്. ഇത്രയുമാണ് വിവോ S5 എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.